കുറച്ച് സീക്രട്സ് ഒക്കെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്റ്റോറി. വലിയ സീക്രട്ട് അല്ല, പക്ഷെ ചെറിയ സീക്രട്ട്. എസ്.എൻ. സ്വാമി എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റായിട്ട് ഒരു ഡയറക്റ്റായിട്ട് മാറുമ്പോൾ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം അതിനകത്തുണ്ട്. എസ്.എൻ. സ്വാമി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അത് ഒരു സിഗ്നേച്ചർ പോലെ ഈ സിനിമയിലുണ്ട്. ധ്യാൻ്റെ ഇതുവരെ നമ്മൾ കാണാത്തൊരു ഒരു ഫേസും ഒരു പെർഫോമൻസാണ്. ഇത് കണ്ട ഒരു പുതിയ ഡയറക്ടറാണെന്ന് തോന്നുന്നു. ഇല്ല സൂപ്പർ, ഇഷ്ടപ്പെട്ടു. ത്രില്ലറിന് അത് ഒരു സീക്രട്ടാണ്, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, പടം നല്ല പടമാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. കാരണം നല്ലൊരു മെസ്സേജും കൂടി അധികം തരുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പം എന്തായാലും കാണാം മൂവി. അതെ, ഇതുപോലെ കുറച്ചുകൂടി ഡിഫറൻസ് ആയിട്ടാണ് ധ്യാൻ ചേട്ടൻ ചെയ്തിട്ടുള്ള മൂവിയിൽ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സ്വാമി സാറിൻ്റെ ഇതുവരെ വന്നിട്ടുള്ള സ്റ്റോറീസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി തന്നെയായിരിക്കും. കുറച്ച് സീക്രട്സ് ഒക്കെ ഒളിഞ്ഞു കിടക്കുന്നൊരു സ്റ്റോറി. വലിയ സീക്രട്ട് അല്ല, പക്ഷെ ചെറിയ സീക്രട്ട്. പക്ഷേ ആ ഒരു സബ്ജക്റ്റ് ആ ഒരു രീതിയിലേ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. നല്ല സിനിമയാണ്, വളരെ നല്ലൊരു കൺസെപ്റ്റാണ്. എസ്.എൻ. സ്വാമി എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റായിട്ട് ഒരു ഡയറക്റ്റായിട്ട് മാറുമ്പോൾ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ജനറേഷൻ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സിനിമയാണ്. തീർച്ചയായും വെരി ഗുഡ് അറ്റംപ്റ്റ്. ധ്യാൻ നന്നായിട്ടുണ്ട്. ധ്യാൻ്റെ ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള, ധ്യാൻ്റെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടൊരു സിനിമയാണ്. എല്ലാം കൊണ്ടും എല്ലാ അർത്ഥത്തിലും ഒരു വെരി ഗുഡ് മൂവി. നമ്മൾ കണ്ടിറങ്ങിപ്പോയ ഇപ്പോഴത്തെ സിനിമകളല്ല, ഇപ്പോഴത്തെ സിനിമകൾ എന്നല്ല, പൊതുവേ നമ്മൾ സിനിമകൾ ചെയ്യുന്നത് കണ്ടിറങ്ങി അത് അപ്പോഴത്തെ ഒരു എൻജോയ്മെൻറ്റിൽ നമ്മൾ പോകും. പക്ഷേ ഈ ഒരു മൂവി നമ്മൾ കണ്ടിറങ്ങിയാലും വീണ്ടും അതിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മളിനി നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളുടെ തന്നെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ സ്വാമി സാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തിരിക്കുകയാണ്. സിനിമ നല്ലൊരു എൻ്റർടൈനറാണ്. നല്ലൊരു സസ്പെൻസ്, അവസാന നിമിഷം വരെ സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. അതുകൂടാതെ എസ്.എൻ. സ്വാമി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അത് ഒരു സിഗ്നേച്ചർ പോലെ ഈ സിനിമയിലുണ്ട്. ആദ്യ അവസാനം നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അഭിനേതാക്കൾ, കാസ്റ്റിങ് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ ഇത് എടുത്തു പറയേണ്ട സംഭവം അതിൻ്റെ ഫോട്ടോഗ്രാഫിയും പിന്നെ മ്യൂസിക് ഒരു രക്ഷയില്ല. കാരണം മ്യൂസിക് നമ്മളെ പിടിച്ചിരുത്തുവാണ് ആ സിനിമയിൽ. അതൊരു പ്രത്യേക ഇതാണ്. ജേക്ക് ജോസിന് ശരിക്കും ഒരു അഭിനന്ദനം കൊടുക്കേണ്ട സംഭവമാണ്. ഇത്രയും കാര്യങ്ങൾ അല്ല ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു മെസ്സേജുള്ള, സാധാരണ നമ്മൾ ഇതുപോലെ ഈ വയർത്തിലേറ്റ് പോലത്തെ സിനിമയൊക്കെ അതിൻ്റെ ഏകദേശ പാറ്റേണിൽ വരുന്ന സിനിമയാണ്. നമ്മൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൽ കുറേ ഫിക്ഷൻസും കാര്യങ്ങളാണ് വരുന്നത്. പക്ഷേ ഇതിലൊരു ശക്തമായ മെസ്സേജ് ഉണ്ട്. ഓരോ മനുഷ്യനെയും കൃത്യമായിട്ട് അവരെ പ്രചോദിപ്പിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. നമുക്ക് സെൽഫ് കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യുന്ന ഒരു ടീച്ചിങ് ക്ലാസ് പോലെയാണ് എനിക്ക് തോന്നിയത്. എസ്.എൻ. സ്വാമി സാറിൻ്റെ സംവിധാനമൊക്കെ ഒരു പുതിയ കാര്യമാണ്. അദ്ദേഹം എത്രയോ സിനിമകൾ എഴുതിയ ആളാണ്, സിനിമയിൽ എത്രയോ വർഷമായിട്ട് ജീവിക്കുന്ന ആളാണ്. അത് ഇപ്പോൾ സംവിധാനം ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ, അത് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് കൂട്ടിയാണ്. ഞാൻ പകുതി സിനിമയാണ് കണ്ടതിൽ വളരെ നന്നായിട്ടുണ്ട്. അതൊക്കെ സ്വാമി സാറിൻ്റെ ഇഷ്ടം പോലെ അദ്ദേഹം ചെയ്തതല്ലേ, അതൊക്കെ അദ്ദേഹം ഉത്തരം പറയട്ടെ. ശരി, ഇതൊരു നല്ലൊരു സബ്ജക്റ്റാണ്, ടൈംലെസ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഏത് പ്രായക്കാർക്കും, ഏത് ആൾക്കാർക്കും, ഏത് രാജ്യക്കാർക്കും, മനുഷ്യരായിട്ടുള്ള എല്ലാവരും കണ്ടുപിടിക്കുന്നത് കാണേണ്ട ഒരു സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും സ്വാമി സാറിൻ്റെ സ്ക്രിപ്റ്റും സൂപ്പറാണ്. അത് എന്താ പറയുക, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വരണം. ധ്യാൻ അടിപൊളിയായിട്ടുണ്ട്. ഇല്ല, എല്ലാവരും നന്നായിട്ടുണ്ട്. ആക്ച്വലി ധ്യാൻ്റെ ഇതുവരെ നമ്മൾ കാണാത്തൊരു ഒരു ഫേസും ഒരു പെർഫോമൻസാണ്. എല്ലാവരുടെയും ഇഷ്ടമായി. കയ്യടി കണ്ടത് ഞാൻ രഞ്ജി ചേട്ടൻ്റെ പെർഫോമൻസിനാണ് എല്ലാവരുടെയും കയ്യടി കേട്ടത്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരവർക്ക് കൊടുത്ത ക്യാരക്ടർ എല്ലാവരും പറ്റണ മാതിരി നന്നായി ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട ഒരു പുതിയ ഡയറക്ടറാണെന്ന് തോന്നുന്നു. ഇല്ലേ ഡയറക്ഷനൊക്കെ എഴുതുന്ന ആളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. കാരണം അവർ എല്ലാം വിഷ്വലൈസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഏത് സിനിമയും അവരുടെ ഉള്ളിൽ തന്നെ ഒരു വിഷ്വൽ രൂപം അവർ കണ്ടിട്ടാണ് എഴുതുക. അപ്പോൾ അവരെ സംബന്ധിച്ച് അതിനെ ടെക്നോളജിയായിട്ട് മിക്സ് ചെയ്യുന്നതാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ആർട്ടിസ്റ്റിൻ്റെ അഭിനയം, അവരുടെ മൂവ്മെൻറ്റ്സ്, അതെല്ലാം. ധ്യാൻ ശ്രീനിവാസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്.
സാറിൻ്റെ സിനിമയിൽ വരുമ്പോൾ അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഏത് ആർട്ടിസ്റ്റിൻ്റെ പടങ്ങളാണ് തുടർച്ചയായിട്ട് മോശമാകാത്തത്? അതൊക്കെ ഉണ്ടാവും സാറിന്. ഇതിലേതായാലും ഞാൻ നന്നായിട്ട് എല്ലാവരും പറഞ്ഞു, അത് മതി, അതാണ് പ്രധാനം. ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടുമെന്നാണ് തോന്നുന്നത്. അതായത് അവന് കഴിവുണ്ടെന്നാണ് ഇതിപ്പോൾ പ്രൂവ് ചെയ്യണം. അതായത് ഈസ് എ ഗുഡ് ആർട്ടിസ്റ്റ്. അപ്പോൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇപ്പുറത്തുള്ളവർ പഠിക്കണം. സാറ്റിസ്ഫൈഡ് ആണോ ഓഡിയൻസിലൂടെ ഇരുന്ന് കണ്ടതിൽ? ഇപ്പോൾ ഇതുവരെ സോഫാർ എന്നോട് അഭിപ്രായം പറഞ്ഞവർക്ക് നുണയല്ലെങ്കിൽ സത്യമാണ് പറഞ്ഞു. അടുത്ത ഷോ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി അടുത്ത ഷോ. ഈ പടമൊന്നും അങ്ങനെ മോശം പറയാൻ ആർക്കും പറ്റില്ല. പിന്നെ പറയുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമില്ല.